ഒരു ഉദ്യോഗാർത്ഥി ഇനിയുള്ള 2 മാസം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 10th പ്രിലിംസ് പാസ്സാവാൻ കഴിയും. ഇതിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഞാൻ ഈ പറയുന്ന 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂലൈ 18 മുതൽ 2026 10th പ്രിലിംസിന്റെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഏകദേശം 2 മാസമാണ് ബാക്കിയുള്ളത്. ഈ 2 മാസം നന്നായി ഒന്ന് പരിശ്രമിച്ചാൽ 10th പ്രിലിംസ് പാസ്സാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഉറപ്പായിട്ടും ഒരു ഉദ്യോഗാർത്ഥി ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം 70 ദിവസം വരെ നമ്മുടെ മുന്നിൽ കിട്ടും. അത്രയും സമയം വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 10th പ്രിലിംസ് പാസ്സാവാൻ കഴിയും. 2 മാസം കൊണ്ട് 10th പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കതിൽ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ ലക്ഷ്യയ്ക്ക് ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്. ടീം ലക്ഷ്യ കേരള എന്നാണ് ലേണിംഗ് ആപ്പിന്റെ പേര്. അതിനകത്ത് 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് നമ്മൾ നാളെ മുതൽ മെയ് മാസം 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആവശ്യമായ 100% വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായ സ്റ്റഡി പ്ലാനും പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകളും കൃത്യമായിട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. 2 മാസം കൊണ്ട് ഉറപ്പായിട്ടും സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്ത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിങ്ങളെ നമ്മുടെ കോഴ്സ് സഹായിക്കും. താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കാം. കോഴ്സിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, PSC 10th പ്രിലിംസിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. മറ്റുള്ള പരീക്ഷകളെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സിലബസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇംഗ്ലീഷും മലയാളവും IT-യും ഒഴിവാക്കിക്കൊണ്ട് GK-യും മാത്സും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ആദ്യം 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ്, കഴിഞ്ഞ വർഷം നടത്തിയ സിലബസ് വളരെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിൽ ഏതൊക്കെ മേഖലകളാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. സിലബസ് കവർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇന്നും നാളെയും കൊണ്ട് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, 2021 മുതലാണ് ഈ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ ആരംഭിച്ചത്. 2021 മുതൽ 25 വരെയുള്ള തുടർച്ചയായ 5 വർഷങ്ങൾ 10th പ്രിലിംസിന്റെ ഏകദേശം 20 ഫേസ് എക്സാം എങ്കിലും നടന്നിട്ടുണ്ടാവും പല ഘട്ടങ്ങളിലായിട്ട്. അപ്പൊ നമുക്ക് 20-ലധികം ചോദ്യ പേപ്പറുകൾ അവൈലബിൾ ആണ്. ആ ചോദ്യ പേപ്പറുകൾ ആദ്യം കണ്ടെത്തി ആ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക. വെറുതെ നിങ്ങളൊന്ന് വായിക്കുക, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ചോദ്യ പേപ്പറുകൾ എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന മേഖലകൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ആ മേഖലകളെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പഠനം ക്രമീകരിക്കാൻ കഴിയും. നിങ്ങൾ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാതെ തയ്യാറെടുത്തിട്ട് ഒരു കാര്യമില്ല, എത്ര പഠിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് 2021 മുതൽ 25 വരെയുള്ള 10th പ്രിലിംസിന്റെ ചോദ്യ പേപ്പറുകൾ സംഘടിപ്പിക്കുക. ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ഉൾപ്പെടെ ഈ ചോദ്യ പേപ്പറുകൾ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് ആ ചോദ്യ പേപ്പറുകൾ മനസ്സിലാക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫോക്കസ് ഓൺ പ്രയോറിറ്റി ഏരിയാസ്. അതായത് 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് വളരെ ചെറുതാണ്, എന്നിട്ട് പോലും ഇതിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില മേഖലകളുണ്ട്. ഇപ്പൊ ദേശീയ ഗാനം, ദേശീയ ഗീതം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, മൗലിക അവകാശങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തി കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, മാത്സിനും ജനറൽ സയൻസിനുമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതും മാത്സും നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഉയരും. മറ്റു വിഷയങ്ങൾ പഠിക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങൾ പ്രയോറിറ്റി നൽകേണ്ടത് മാത്സിനും ജനറൽ സയൻസിനും ആയിരിക്കണം. ഓക്കെ, അതുപോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2021 മുതൽ 2025 വരെയുള്ള 5 വർഷ കാലഘട്ടത്തിൽ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഏകദേശം ഒരു 70 to 80% ചോദ്യങ്ങളും SCERT പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ SCERT പാഠപുസ്തകങ്ങൾ മാത്രം കൃത്യമായി പഠിച്ച് മാത്സും പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോ 10th ലെവൽ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാൻ ഉറപ്പായിട്ടും കഴിയും. അപ്പോ ഒന്നുകിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങൾ പഠിക്കുക. ഏതെങ്കിലും ഒരു SCERT മേഖല കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളെ ഈ സെഷനിൽ
ഈ സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പുതിയ SCERT അധ്യായങ്ങൾ പരിചയപ്പെടുത്താം. ഈ SCERT അധ്യായങ്ങൾ നന്നായി പഠിച്ച് മാത്സും കൂടെ പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കോഴ്സിലാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ അധ്യായങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സ് എടുക്കുന്നവർക്ക് ആ ക്ലാസ്സും കൂടി ലഭിക്കും. നമുക്ക് സിലബസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇന്ത്യ ചരിത്രത്തിലെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാനന്തര ഇന്ത്യ. അപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള ഇന്ത്യ ചരിത്രം പഠിക്കാൻ ഞാൻ ഈ പറയുന്ന 3 ചാപ്റ്ററുകൾ നന്നായിട്ട് അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൽ നിന്ന് ചോദ്യം വരും. 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തു നിൽപ്പുകളും, യൂറോപ്യന്മാരുടെ ആഗമനവും യൂറോപ്യന്മാർക്കെതിരെ നടന്ന ആദ്യകാല പോരാട്ടങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. 8ാം ക്ലാസ്സിലാണ് സോഷ്യൽ സയൻസ്. 8ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, എങ്ങനെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇവിടെ ദേശീയ പ്രസ്ഥാനം വരുന്നത്, ആദ്യകാല സംഘടനകൾ, INCയുടെ രൂപീകരണം, മുസ്ലിം ലീഗിന്റെ രൂപീകരണം, ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6, ഇത് ഇമ്പോർട്ടന്റ് ആണ്. LD ക്ലർക്കിന്റെ മെയിൻസിനായാലും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മാർക്ക് ഇതിൽ നിന്ന് വരും. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, ഈ 3 ചാപ്റ്ററുകളും വളരെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, വളരെ നന്നായിട്ട്. ഓക്കെ. പിന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചില ചാപ്റ്ററുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്താൽ ഇതങ്ങ് പഠിച്ചാൽ പഴയത് പഠിക്കണ്ട. പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും ദേശീയതയും എന്നീ പേരുകളുള്ള അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കേണ്ട, ഈ ചാപ്റ്ററുകൾ പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കേണ്ട. ഓക്കെ. എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഞാൻ ഈ പറയുന്ന 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഇത് തന്നെ ധാരാളമാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇനി റെഫർ ചെയ്യേണ്ട. ഇതിനു വേണ്ടി പുതിയ ടെക്സ്റ്റ് ബുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആണ്. 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകൾ, ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്ററും ജനാധിപത്യം ഒരു ഇന്ത്യൻ ആമുഖം, ഈ 2 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഈ 5 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഭരണഘടനയിലെ SCERTയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇതാണ് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പല കമ്മീഷനുകളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട മേഖലകളും. ബാക്കി ദേശീയഗാനം, ദേശീയ ഗീതമൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല. അപ്പൊ ഭരണഘടനയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് പഴയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. 9ാം ക്ലാസ്സിലാണ്. അതിൽ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കണം, വളരെ നന്നായിട്ട് പഠിക്കുക. പക്ഷേ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ 2 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിച്ചാൽ മൗലിക അവകാശം, മാർഗനിർദ്ദേശ തത്വം, മൗലിക കടമകൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ശരി. എന്നാൽ മറ്റ് കമ്മീഷനുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളോ, അതിന് പുതിയ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതില് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചാൽ എല്ലാ കമ്മീഷനുകളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ 3 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണ്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയില് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊരു ചാപ്റ്റർ പഠിക്കുക. പിന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിലാണ് ഈ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. 10ാം ക്ലാസ്സിലായിരുന്നു പഴയ 10ാം ക്ലാസ്. ഇത് പുതിയ 7ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇതാണ് ഒരു 10th പ്രിലിംസിന് ഏറ്റവും അത്യാവശ്യമായ ഒരു 2 ചാപ്റ്ററുകൾ. പിന്നെ പഴയ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസിൽ. അതിന്റെ പേര് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നായിരുന്നു. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായം കൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പരമാവധി ഈ 3 ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. എന്നാൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതിപ്പോൾ മെയിൻസിനായാലും അതിനൊക്കെ ആയി നിങ്ങൾ ഈ 5 ചാപ്റ്റർ അങ്ങ് പഠിച്ചാൽ, ഇത് പഠിച്ചാൽ ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആണ്. ഈ ചാപ്റ്റർ എല്ലാം ഇത്തവണത്തെ 9ാം ക്ലാസ് ആണ്. ഇതങ്ങ് നന്നായിട്ട് പഠിച്ചാൽ ഇതിൽ നിന്നേ ചോദ്യം വരുള്ളൂ. ലോകത്തിന്റെ നെറുകയിൽ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. വിശാല സമതല ഭൂവിൽ സമതലവുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്രമുറങ്ങുന്ന പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. മണലാരണ്യങ്ങളിലൂടെ നമ്മുടെ മരുഭൂമികളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. തീരദേശങ്ങളിലൂടെ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആണ്. LDCക്ക് പോലും മെയിൻസിന് ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ മതി. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഈ 5 ചാപ്റ്ററിലേക്ക് വരിക.
അല്ലെങ്കിൽ ഈ 3 ചാപ്റ്ററിൽ നിങ്ങളെ പഠിത്തം ഒതുക്കുക. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പിന്നെ പഴയ 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമി ശാസ്ത്രം, പിന്നെ കേരള ഭൂമി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള SCERT ചാപ്റ്ററുകൾ ഇല്ല. കേരള ഭൂമിശാസ്ത്രത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും. നദി എന്നൊരു ചോദ്യം ഉറപ്പാണ് കേട്ടോ. അപ്പൊ നദികളും കായലുകളും നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്സിലെ നോട്ടോ അല്ലെങ്കിൽ റാങ്ക് ഫെയിലിലെ നോട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനവും കായിക രംഗം. ഇതിനുവേണ്ടി SCERTയിൽ അങ്ങനെ ഒരുപാട് ചാപ്റ്ററുകളില്ല. നാടറിയാം എന്നൊരു ചാപ്റ്ററും, നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം, നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്ററും, നാടറിയാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററുമാണ് നിങ്ങൾ കൃത്യമായിട്ട് കേരള ജോഗ്രഫിക്ക് വേണ്ടി പഠിക്കാം. ഇനി കേരള ചരിത്രം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 4 അധ്യായങ്ങളാണ്. ഈ 4 അധ്യായം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും കേരള ഹിസ്റ്ററിയിലെ എല്ലാ ചോദ്യങ്ങളും കിട്ടും. ആദ്യം ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്കിലെ 2 ചാപ്റ്ററുകൾ പരിചയപ്പെടുത്താം. നോക്കിക്കോ, ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലാണ്. കേരളം ആധുനികതയിലേക്ക്, അത് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് പഴയ 7ാം ക്ലാസ്, അതിലെ നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായം നന്നായിട്ട് പഠിക്കുക. ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വീണ്ടും വരിക. 8ാം ക്ലാസ് ദേശീയ പ്രസ്ഥാനവും കേരളവും, ഇതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പുതിയ 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പം പഴയ 10ാം ക്ലാസ്സിലെ കേരള ആധുനികതയിലേക്കും 7ാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായും പുതിയ 8ാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനവും കേരളവും 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മുഴുവൻ പഠിച്ചാൽ കേരള ഹിസ്റ്ററിയുടെ മുഴുവൻ മാർക്കും കിട്ടും. പിന്നെ ബയോളജി, ഞാൻ പറഞ്ഞു ബയോളജി 10 മാർക്കിനാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജീവകങ്ങൾ, അപര്യാപ്ത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും. അതുമായി ബന്ധപ്പെട്ട് ബയോളജിയിൽ ഒരുപാട് ചാപ്റ്റർ പഠിക്കാറുണ്ട്. അത് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം, ഒന്നും ഒഴിവാക്കരുതേ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളുക. 6ാം ക്ലാസ്സിലെ ആഹാരത്തിലൂടെ ആരോഗ്യം, 7ാം ക്ലാസ്സിലെ വിളയിക്കാൻ 100 മേനി, പരിസ്ഥിതിയെ നോവിക്കാതെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, 9ാം ക്ലാസ്സിലെ ദഹനവും പോഷക സംവഹനവും, 9ാം ക്ലാസ്സിലെ ചലനത്തിനു പിന്നിൽ, 10ാം ക്ലാസ്സിലെ ജീവന്റെ ജനിതകം, 10ാം ക്ലാസ്സിലെ സംവേദനങ്ങൾക്കു പിന്നിൽ, 10ാം ക്ലാസ്സിലെ ജീവകങ്ങളിലെ രാസസംവേദനം, 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. പിന്നെ അതുപോലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വ്യാധികൾ പടരാതിരിക്കാൻ 5ാം ക്ലാസ്സിൽ ചെറിയ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. അതുപോലെ 6ാം ക്ലാസ്സിലെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി, 9ാം ക്ലാസ്സിൽ പ്രത്യുൽപാദന ആരോഗ്യം, 10ാം ക്ലാസ്സിൽ അകറ്റി നിർത്താം രോഗങ്ങളെ. ഓൾഡ് SCERT ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അകറ്റി നിർത്താൻ രോഗങ്ങളെ പഴയ SCERT ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ബയോളജിയുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ബയോളജിയുടെ മാർക്ക് മുഴുവനും കിട്ടും. ഇനി അത് കഴിഞ്ഞ് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും, കെമിസ്ട്രിയും ഫിസിക്സും. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തി ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത്രയും കാര്യമാണ് ഫിസിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട അധ്യായങ്ങൾ 8ാം ക്ലാസ്സിലെ മൂലകങ്ങളും സംയുക്തങ്ങളും, ലോഹങ്ങളും അലോഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പദാർത്ഥങ്ങളുടെ രസതന്ത്രം 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3 ചാപ്റ്റർ. 9ാം ക്ലാസ്സിൽ ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ, 10ാം ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. 10ാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ, വ്യാവസായിക പ്രാധാന്യമുള്ള മൂലകങ്ങൾ. ഇത്രയുമാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. അത് 3 ചാപ്റ്ററേ ഉള്ളൂ. നോക്കൂ, 3, 6, 8 ചാപ്റ്ററേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം, നമുക്ക് സമയമുണ്ട്, പതുക്കെ പഠിച്ചാൽ മതി. അടുത്തത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് കയ്യെത്തും ദൂരത്ത് ആകാശം, ഊർജ സ്രോതസ്സുകൾ 5ാം ക്ലാസ്സിൽ ചെറിയ ചാപ്റ്ററുകളാണ്. 6ാം ക്ലാസ്സിൽ വരുമ്പോൾ ചലനം നിത്യജീവിതത്തിൽ, 7ാം ക്ലാസ്സിൽ പ്രകാശത്തെക്കുറിച്ച്, പ്രകാശം പ്രതിഫലിക്കുമ്പോൾ താപം നിത്യജീവിതത്തിൽ, ആകാശവിസ്മയങ്ങൾ. 8ാം ക്ലാസ്സിൽ ചലനവും ബലവും, മർദ്ദം, ഗോളീയ ദർപ്പണങ്ങൾ. 9ാം ക്ലാസ്സിൽ പ്രകാശത്തിന്റെ അപവർത്തനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം, പ്ലവക്ഷമ ബലം, പ്രവൃത്തി ഊർജവും, ശബ്ദം. പിന്നെ 10ാം ക്ലാസ്സിൽ ശബ്ദ തരംഗങ്ങൾ, ലെൻസുകൾ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അപ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രിക്ക് ഒരുപാട് ചാപ്റ്റർ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരുവിധം ബേസ് സയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാറുണ്ട് എങ്കിൽ ചെറിയ ക്ലാസ്സിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം ഈ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിച്ചാൽ മതി. അതുപോലെ ഗുരുത്വാകർഷണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലിയർ ആണെങ്കിൽ അതിന്റെ ചെറിയ ക്ലാസ്സിൽ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം ഏറ്റവും വലിയ ക്ലാസ്സാണ് ഇമ്പോർട്ടന്റ്.
പിന്നെ ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ഞാൻ സജസ്റ്റ് ചെയ്തത് അത് നിങ്ങൾ പഠിച്ചിട്ട് വീണ്ടും വലിയ ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ 8, 9, 10 ഞാൻ പരാമർശിച്ചിട്ടുള്ള ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതി. ആക്ച്വലി ഞാനിപ്പോൾ ഈ പറഞ്ഞ SCRT ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുകയും ഞാൻ പറഞ്ഞ 2021 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായിട്ട് പഠിക്കുകയും മാത്സും കൂടെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ വരുന്ന 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10th പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് റെഗുലർ റിവിഷൻ നടത്തണം. വെറുതെ പഠിച്ചു പോയാൽ പോരാ, കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. പഠിച്ച പോർഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പഠിച്ചു വരിക. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 10th പ്രിലിംസ് പാസ്സാവാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. നന്ദി.